ഹലോ ഗായ്സ്, എല്ലാവർക്കും ലിസാസ് ചാനലിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങ കേസരിയാണ്. അതിനായിട്ട് നമ്മളിവിടെ 2 മാങ്ങ, നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനിയൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് കാഷ്യൂ നട്ട്സും കുറച്ച് കപ്പലണ്ടിയും ഒക്കെ വറുത്ത് കോരാം. ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഇനി നെയ്യിലിട്ട് വറുത്തെടുക്കണം. നമുക്കിതിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ കാഷ്യൂവും കപ്പലണ്ടിയും നമ്മളിവിടെ നെയ്യിലിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ റവ, അത് ഏകദേശം 1.5 കപ്പുണ്ട്. ഈ 1.5 കപ്പ് റവ ഈ നെയ്യിലിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. റവയുടെ നിറം ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ ആവുന്നവരെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ചൂടാക്കിയെടുക്കണം. കരിയരുത്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളമാണ് എടുക്കുന്നത്. ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് റവ കട്ടി പിടിച്ചിരിക്കും. ആ കട്ടി ഒന്ന് ചെറുതായിട്ട് ഇളക്കി വരുന്നതിന് ശേഷം നമുക്ക് 2ാമത്തെ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഇളക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ല മഞ്ഞ കളറിലുണ്ട്. നല്ല പഴുത്ത മാങ്ങ ആയതുകൊണ്ടാണ് ഈ ഒരു കളർ കിട്ടിയിരിക്കുന്നത്. നമ്മൾ എസൻസ് വേറെ കളറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് കറക്റ്റ് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ മധുരത്തിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിന് പഞ്ചസാര ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നെയ്യും ഏലക്കാപ്പൊടിയും ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. വെന്ത് വരുന്നത് വരെ നല്ലപോലെ ഇളക്കി കുറുക്കി ഇടയ്ക്ക് ഇതേപോലെ നെയ്യൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേസരിയാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം.